ശ്രീ ജോർജ് ജോസഫ്, ഞാൻ രാഷ്ട്രീയ പ്രതിനിധികളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചർച്ച താങ്കളിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കേന്ദ്ര സർക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംഗത്യം കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വികസന പ്രശ്നങ്ങളിൽ, തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിൽ, അതുപോലെ തന്നെ സേവനങ്ങൾക്ക് ഉണ്ടാകുന്ന തടസ്സവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണമാണ് കേരള സർക്കാർ നൽകിയത്. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വയനാട്ടിലെ സംഭവങ്ങളിൽ പോലും അത് കോടതി കയറുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഇന്ന് ധനമന്ത്രിയുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ കേരളത്തിന് പ്രതീക്ഷ നൽകാവുന്ന കാര്യങ്ങൾ താങ്കൾ കാണുന്നുണ്ടോ? ഈ വയനാടിൻ്റെ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ ആവശ്യമടക്കം ഉള്ള കാര്യങ്ങളിൽ അനുഭാവപൂർവ്വം ഉള്ള പരിഗണനയ്ക്ക് വഴിയൊരുക്കുന്നതായി ഈ കൂടിക്കാഴ്ചയെ താങ്കൾ വിലയിരുത്തുമോ? തീർച്ചയായിട്ടും ഗോപീകൃഷ്ണൻ, ഇവിടെ കേന്ദ്ര സർക്കാർ കേരളത്തോട് സാമ്പത്തിക രംഗത്ത് ചില അനീതികൾ കാണിക്കുന്നു എന്നുള്ളൊരു വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, വയനാടിൻ്റെ കാര്യം മാത്രം നമ്മൾ എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളിലും തർക്കവിതർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, കണക്കുകൾ കൊടുത്തിട്ടില്ല, ഞങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, അതേസമയത്ത് ഇവിടെ ഞങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട് എന്നുള്ള തർക്കവിതർക്കങ്ങൾ നിൽക്കുമ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപം, ഒരു അവഗണനാ മനോഭാവം ഉണ്ടായി എന്നുള്ളത് തന്നെ പ്രകടമായിട്ടുള്ളൊരു കാര്യമാണ്. അതുതന്നെയാണ് നമ്മൾ അവഗണനയുടെ കാര്യത്തിലുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിനിടയിൽ ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, നേരിട്ടുള്ളൊരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിഗ്നലാണ്. കാരണം ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അവിടെ കേന്ദ്രം ഏതെങ്കിലും വലിയ ഒരു മേലാളൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധിപൻ എന്നുള്ള രീതിയിലും സംസ്ഥാനങ്ങൾ അവരുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളും എന്നുള്ളൊരു അർത്ഥമൊന്നും ഒരു രാജ്യത്തിൻ്റെ സംവിധാനത്തിൽ ഇല്ല, പ്രത്യേകിച്ച് ഒരു ഫെഡറൽ സംവിധാനത്തിൽ. കാരണം ഏത് സംസ്ഥാനത്തെയും ജനങ്ങളാണ് ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ഗവൺമെൻറ്റുകളെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് ജനങ്ങൾ തുല്യരാണെന്നുള്ളത് കൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും ഈക്വൽ ഫൂട്ടിങ്ങിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ഡയലോഗിലൂടെ, സംഭാഷണത്തിലൂടെ മാത്രമേ നമുക്ക് പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയും അത് പരിഹരിക്കാൻ കഴിയുകയുമുള്ളൂ. അതിനൊരു തുടക്കമുണ്ടായി. അത് നേരിട്ട് മുഖാമുഖം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ഗവർണറുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വശമാണ്. തീർച്ചയായും അങ്ങനെ ഒരു ചർച്ചയിൽ ഉയർന്നു വന്നിട്ടില്ല. എന്താണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അവരാരും അത് വെളിപ്പെടുത്താനും തയ്യാറായിട്ടില്ല. എന്തായാലും ആ കൂടിക്കാഴ്ചയുടെ ഫലം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ സ്വാഭാവികമായിട്ടും ധനമന്ത്രി നിർമ്മല സീതാരാമന് കൊണ്ടുവരേണ്ടി വരും. അനുഭാവപൂർവമായ പരിഗണനകൾ അതിൽ നിന്നുണ്ടാകും. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് ഡയലോഗിലൂടെയാണ്. അതിന് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ കടമെടുക്കൽ പരിധിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നത് കേന്ദ്രത്തിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്. ഇപ്പോൾ കിഫ്ബി വായ്പകളൊക്കെ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് കേരളത്തിന് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ ആ കാര്യത്തിലുണ്ടായി. ഈ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 13,000 കോടി രൂപയുടെ വായ്പാ അനുമതി പോലും ഭരണഘടനാ ബെഞ്ചിൽ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് കേന്ദ്രം തടഞ്ഞുവെന്ന് ധനകാര്യ കമ്മീഷന് നൽകിയ നിവേദനത്തിൽ 2024 ഡിസംബറിൽ കേരളം വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ, ഇപ്പോൾ നികുതി വിഹിതം വർദ്ധിപ്പിക്കണം, സെസ് സർചാർജ് വരുമാനം വിഭജിക്കാവുന്ന പൂളിൽ ഉൾപ്പെടുത്തണം, ഇതൊക്കെ ധനകാര്യ കമ്മീഷനോട് കേരളം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇതൊക്കെ കമ്മീഷൻ നിരാകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോഴും അതിനിപ്പോൾ ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ, അവിടെയും കേന്ദ്ര സർക്കാർ ഒരു ന്യായം പറയുന്നത് കേരളത്തിന് അർഹിക്കുന്ന വിഹിതം കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കേരളം ഹാജരാക്കിയിട്ടില്ല എന്നാണ്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മൾ 2,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് ചോദിച്ചപ്പോൾ 529 കോടി രൂപയാണ് നൽകിയത്, അതും വായ്പ എന്ന നിലയിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച നടക്കുമ്പോഴും അതിൻ്റെ പിന്നാമ്പുറത്ത് കേന്ദ്രത്തിൻ്റെ നിലപാടുകളിൽ നിൽക്കുകയും കേരളത്തിൻ്റെ ഭാഗത്ത് ഗുരുതരമായ കേരളത്തിൻ്റെ സാമ്പത്തിക വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ, ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പങ്ങളുണ്ട് എന്ന് കേന്ദ്രം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഒരു വഴി ഇന്നത്തെ ചർച്ചയിൽ തുറന്നു എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇവിടെ ഒരു ഗോപീകൃഷ്ണൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്,
ഈ BJPയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള സംവിധാനം ഇല്ലാതാവുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. അതിന് പകരം നീതി ആയോഗ് എന്ന് പറയുന്ന പരിമിതമായൊരു കാര്യമാണ് നിലനിൽക്കുന്നത്. ഈ പ്ലാനിംഗ് കമ്മീഷൻ നിലനിന്നിരുന്ന കാലത്ത് പ്രധാനമന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ. ആ പ്ലാനിംഗ് കമ്മീഷൻ ഓരോ വർഷത്തെയും പദ്ധതിയും 5 വർഷത്തെയും പദ്ധതിയും എല്ലാം അവലോകനം ചെയ്ത് സംസ്ഥാനങ്ങൾക്ക് അത് കൊടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയും പ്ലാനിംഗ് കമ്മീഷൻ്റെ ഉന്നത അംഗങ്ങളുമായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നൊരു സംവിധാനം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ഈ BJP സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിക്ക് അതിന് അവസരം കൊടുത്തിരുന്നു. പക്ഷേ ഈ ഒരു സംവിധാനം വന്നതോടുകൂടി കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഡയലോഗ് വളരെ വളരെ ഇടിഞ്ഞു പോകുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. ഞാൻ അതാണ് ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്. ഫെഡറൽ സംവിധാനത്തിലെ പ്രധാനപ്പെട്ട 2 സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് കേന്ദ്രവും സംസ്ഥാനവും എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, സംസ്ഥാനങ്ങളുടെ വികസനത്തിലൂടെയാണ് രാജ്യം വികസിക്കുന്നതെന്ന്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വികസനം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, സംസ്ഥാനങ്ങളെ കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഡയലോഗുകൾ ഇല്ലാതാവുകയും കൃത്യമായി കേന്ദ്രം ചില ടാർഗറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായവും ഗ്രാൻറ്റുകളും അതുപോലെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊക്കെ കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അത് കേരളത്തിന് വലിയ തോതിൽ തിരിച്ചടിയായി. ഇപ്പോൾ ഗോപീഷിന് അറിയായിരിക്കും, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യം എന്ന് പറയുന്നത് ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ ഡീലിമിറ്റേഷൻ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലേക്ക് മാറ്റുന്ന അവസരത്തിൽ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കുറയുമെന്ന ആശങ്കയുണ്ട്. അതെന്താണ്? ഈ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം എന്ന 70കളിൽ കൊണ്ടുവന്ന വലിയ പദ്ധതി വളരെ ഫലപ്രദമായി നന്നായി നടപ്പാക്കി. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ജനസംഖ്യയിൽ കുറവ് വന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ കേരളം മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ നമുക്ക് പിന്നോക്കാവസ്ഥ പറഞ്ഞുകൊണ്ട് കാര്യം ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഈ മുന്നോക്കാവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെ 10-20 വർഷം മുമ്പ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങൾ മാത്രം വെച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളുടെയും വികസനം, അതൊരു പക്ഷേ പിന്നോക്ക സംസ്ഥാനങ്ങളായ ബീഹാർ, മധ്യപ്രദേശ്, UP പോലുള്ള സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് പര്യാപ്തമായിരിക്കും. പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ വേറെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് പീഡിയാട്രിക് പ്രശ്നമില്ല, പക്ഷേ കേരളത്തിന് ജെറിയാട്രിക് പ്രശ്നമുണ്ട്. അപ്പോൾ പീഡിയാട്രിക് പ്രശ്നം കേരളത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട, കാരണം ശിശുമരണ നിരക്കിൽ നമ്മൾ കുറവാണ്, ശിശുക്കളുടെ രോഗം കുറവാണ്, പ്രസവത്തോട് ചേർന്നുള്ള മരണങ്ങൾ കുറവാണ്. ഇതെല്ലാം കേരളത്തിൽ കുറവായത് കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതി മേഖല മെച്ചപ്പെട്ടതുകൊണ്ടാണ്. പക്ഷേ കേരളത്തിൽ 17-18% വൃദ്ധന്മാരുണ്ട്. അവരുടെ സംഖ്യ 2030 28% ഉയരുമെന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ജെറിയാട്രിക് സംബന്ധമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അതിന് വേണ്ട പോംവഴികളുമല്ല കേരളം പോലെ മുന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് വേണ്ടത്. സത്യത്തിൽ ആളോഹരി വരുമാനം അടക്കമുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഈ ജനസംഖ്യാ നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രം സഹായം നൽകുന്നതിന്, പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് മാനദണ്ഡമായി നിശ്ചയിച്ചിരിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നിലയിൽ കേന്ദ്രത്തിൽ നിന്ന് പ്രതികൂലമായി, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ചൊരു സഹായം കിട്ടാൻ പാകത്തിലുള്ളതല്ല. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സ്, ആ ക്രൈറ്റീരിയ മാറ്റി നിശ്ചയിക്കപ്പെടണം. അത് ഒരു രാഷ്ട്രീയ തീരുമാനമായി കൂടി വരേണ്ട കാര്യമാണ്. അത് കേന്ദ്രം ഏകപക്ഷീയമായി രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണ് കേരളത്തോടുള്ള സമീപനം എന്ന രാഷ്ട്രീയ ആക്ഷേപം നിലനിൽക്കുമ്പോൾ അത് എത്രത്തോളം സാധ്യമാണ് എന്ന ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ. ശ്രീ